ഹായ് പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഹരിയാലി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അടിപൊളി ടേസ്റ്റി ആയിരിക്കും. നമുക്ക് എന്ത് കൂട്ടി വേണമെങ്കിലും കഴിക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്ന് ഒന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ചിക്കനാണ്. ഞാൻ അതിലൊരു 3/4 കിലോ എടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. അത് കഴിഞ്ഞ് നമുക്ക് തൈര് വേണം. തൈര് കഴിഞ്ഞ് മല്ലിപ്പൊടി, ഗറി മസാല, ഉപ്പ്, അണ്ടിപ്പരിപ്പ്, മഞ്ഞൾപ്പൊടി, വലിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പുതിനയില, പട്ട, തക്കോല, ഗ്രാമ്പൂവ്, ഏലക്കായ്, വലിയ ജീരകം, മല്ലിയില. ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, ഇതിനുള്ളതൊക്കെ എടുത്തിട്ട് ഒന്ന് അരച്ച് ഇറച്ചിയൊക്കെ ഒന്ന് പുരട്ടി വെക്കണം. നമുക്കത് ചെയ്യാം. ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു ജാർ എടുക്കുക. ജാറെടുത്തു. ഇതിലേക്ക് വേണ്ടത് നമുക്ക് പുതിന ചപ്പ് ഇത്രയും എടുത്തിട്ടുണ്ട്. ഒരു പിടി ഇത്തിരി കൂടുതലുണ്ട്, നോക്കിക്കോളൂ. ജാറിലിട്ട് കൊടുക്കുക. അതേപോലെ മല്ലിച്ചപ്പും ഒരു പിടിയുണ്ട്. ഇഞ്ചി വലിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. വെളുത്തുള്ളി ഒരു 8 പീസോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 6 എണ്ണം. ഒരു പിടി അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. തൈര് 1/2 കപ്പ് എടുക്കുള്ളൂ. 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നന്നായി അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ അരച്ചത് ഈ ഇറച്ചിയിലൊന്ന് നന്നായി പുരട്ടി വെക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ്. ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി. ഈ അരച്ചത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എടുത്ത് വയ്ക്കുന്നുണ്ട്. നന്നായി ഒന്ന് പുരട്ടി വെക്കാം. ഇപ്പോൾ നല്ല പുരട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം, അതൊന്ന് 1/2 മണിക്കൂർ ഒന്ന് മൂടി വെക്കട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കൻ തിരുമ്പി വെച്ചിട്ട് 1/2 മണിക്കൂറായി, നോക്കിക്കോളൂ. ഇനി നമുക്കൊരു പാന് വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണത്. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, വെളിച്ചെണ്ണയോ. അങ്ങനെ ഞാൻ 3 തവി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. പട്ട, തക്കോല, ഏലക്കായ്, കരാമ്പൂവ് ഒരു 3-4 പീസുകളാണ് എടുത്തിരിക്കുന്നത്, നോക്കിക്കോളൂ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ പോയി. നമുക്ക് 1 സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകമാണ്, നോക്കിക്കോളൂ. ഇനി അടുത്തത് നമ്മുടെ ചിക്കൻ പീസ് ഓരോന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ പീസും ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കണം. പൊടി എങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം.
നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പുറം അപ്പുറം മറിച്ചിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക്. മൂടി വെക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡിൽ നിന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വരാം. ഇപ്പോൾ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് വേവട്ടെ, അത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. മൂടി വെക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓ അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്തോളൂ. ഇങ്ങനെ കുറച്ച് നന്നായി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇറച്ചി നന്നായി വേകാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാൻ ഇതിൽ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി വെന്ത ശേഷം കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഏകദേശം കറിയൊക്കെ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി അടുത്തതായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതാണ്. ഞാൻ അതിലൊരു വലിയ ഉള്ളി നല്ലോണം ചോപ്പിച്ചെടുത്താണ്. നോക്കിക്കോളൂ, ചെറിയ പൊടിയായി അരിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ട് നമ്മുടെ കറിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി, പൊറോട്ട എന്തിൽ കൂടി വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമുക്ക് ചോറോ എന്തിൽ വേണമെങ്കിലും നമുക്ക് വളരെ ടേസ്റ്റി ആയിരിക്കും. ഒരു വ്യത്യസ്തമായ കറിയുമാണ്, അടിപൊളി ടേസ്റ്റാണ്. വീട്ടിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഒരു അതിഥികൾ വന്നാലും ആര് വന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റിയ കറികളാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെയൊക്കെ കുട്ടികളെല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ ഇതിന് ഇവിടെ കിടിലമായിട്ടുള്ള ചിക്കൻ കറിയുമായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ വരയ്ക്കും. ബൈ.